നമസ്കാരം. 3 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ന് 20% ഉയർന്ന് അപ്പർ സർക്യൂട്ടിൽ ക്ലോസിംഗ് നൽകി. 802 രൂപ 80 പൈസ എന്ന ലെവലിലാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24.57, ഡിവിഡൻഡ് ഈൽഡ് 2.24%. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇൻവെസ്റ്ററിന് 300%-നടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു. ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് റെക്കോർഡ് ഡേറ്റ് ആയിരുന്നു. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 5 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 ഷെയറുകളായിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന കോർപ്പറേറ്റ് ആക്ഷന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. കൂടാതെ വരുന്ന ക്വാർട്ടർലി റിസൾട്ടിലും കൊച്ചിൻ ഷിപ്പ്യാർഡ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. കാരണം തുടർച്ചയായി ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഡിസംബർ 19 നേവിയുടെ ഷിപ്പ് മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടി 488 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന കമ്പനി കൊമേഴ്ഷ്യൽ ഷിപ്പുകളും ഡിഫൻസ് ഷിപ്പുകളും മാനുഫാക്ചർ ചെയ്യുകയും മെയിൻ്റെനൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. 214 ബില്യൺ രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്കുള്ളത്. ഇതിൽ 40 ബില്യൺ രൂപയുടെ ഓർഡറുകൾ കമ്പനി ആൾറെഡി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മെയിൻ്റനൻസും റിപ്പയറുമായി ബന്ധപ്പെട്ട, അതായത് നേവൽ വെസലുകളുടെ മെയിൻ്റനൻസും റിപ്പയറുമായി ബന്ധപ്പെട്ട ഓർഡറുകൾ തുടർച്ചയായി കമ്പനിക്ക് ലഭിക്കുന്നതുകൊണ്ട് വരും സമയങ്ങളിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്നാണ് പല ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത്. കോർപ്പറേറ്റ് ആക്ഷന് മുകളിലുള്ള റിയാക്ഷൻ ആയതുകൊണ്ട് ഇന്ന് സ്റ്റോക്ക് 802 രൂപ 80 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിലാണ്. ഒരിക്കലും ഓൾ ടൈം ഹൈയിലുള്ള സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് സോണിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് ഫ്രഷ് പൊസിഷനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ്. ഇന്ന് മണപ്പുറം ഫിനാൻസ് 4.8% ഇടിഞ്ഞ് 168 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 14,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 7.64%, ഡിവിഡൻഡ് ഈൽഡ് 1.88%. 52 വീക്ക് ഹൈ 152ഉം 52 വീക്ക് ലോ 101ഉം. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 1% റിട്ടേൺ ആണ് നൽകിയത്. 6 മാസം കൊണ്ട് 28%-ഉം ഇയർ ടിൽ ഡേറ്റിൽ 1%-നടുത്ത് നെഗറ്റീവ് റിട്ടേണും നൽകി. മണപ്പുറം ഫിനാൻസിൻ്റെ സബ്സിഡറി കമ്പനിയായ ആശീർവാദ് മൈക്രോ ഫിനാൻസിൻ്റെ IPOയ്ക്ക് സെബി അപ്രൂവൽ നൽകാത്തതിനെ തുടർന്നാണ് ഇന്ന് മണപ്പുറം ഫിനാൻസ് എന്ന സ്റ്റോക്ക് ഇടിഞ്ഞത്. മണപ്പുറം ഫിനാൻസിൻ്റെ സബ്സിഡറി കമ്പനിയായ ആശീർവാദ് മൈക്രോ ഫിനാൻസ് എന്ന കമ്പനി IPO വഴി 1,500 കോടി രൂപ സമാഹരിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. പക്ഷേ ഈ IPOയെ സെബി ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതിനു മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് സ്റ്റോക്കിൽ ഇടിവ് വന്നത്. സാധാരണഗതിയിൽ IPOയുടെ പേപ്പർ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ സെബി പറയും. ഇതുവരെ എന്തുകൊണ്ടാണ് ഈ IPOയ്ക്ക് അപ്രൂവൽ നൽകാത്തത് എന്നതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ സെബി നൽകിയിട്ടില്ല. ഉടൻ തന്നെ ഈ IPOയുമായി ബന്ധപ്പെട്ട ചില ഒബ്സർവേഷനുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഈ ഒബ്സർവേഷൻ ക്ലിയർ ചെയ്ത് കമ്പനിക്ക് വീണ്ടും IPO പ്രോസസ്സിങ്ങുമായി മുന്നോട്ട് പോകാവുന്നതാണ്. 2008 തമിഴ്നാട്ടിൽ 2 ബ്രാഞ്ചുകളുമായി പ്രവർത്തനം ആരംഭിച്ച ആശീർവാദ് മൈക്രോ ഫിനാൻസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 22 സംസ്ഥാനങ്ങളിലും 4 യൂണിയൻ ഭരണ പ്രദേശങ്ങളിലും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും 1,684 ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. 3.25 മില്യൺ ആക്റ്റീവ് ക്ലയൻസ് ഉള്ള മൈക്രോ ഫിനാൻസ് സെക്ടറിലെ ഒരു കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായും ഗോൾഡ് ലോണുകളും പേഴ്സണൽ ലോണുകളുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2021-22 ഫിനാൻഷ്യൽ ഇയറിൽ 7,000 കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആയിരുന്നു. അതിപ്പോൾ 10,040 കോടിയായി ഉയർന്നിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2021-22 ഫിനാൻഷ്യൽ ഇയറിൽ 15 കോടിയായിരുന്നെങ്കിൽ അത് 22-23 ഫിനാൻഷ്യൽ ഇയറിൽ 218 കോടിയായി ഉയരുകയും ചെയ്തു. IPOയ്ക്ക് അപ്രൂവൽ നൽകാത്തതിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. മണപ്പുറം ഫിനാൻസിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ് 180. 180-ൽ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 167-നടുത്തെത്തി. ഇവിടെ സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 150 ആണ്. വരും സമയങ്ങളിൽ സ്റ്റോക്ക് ചിലപ്പോൾ 150-നും 180-നും ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് ദീപക് നൈട്രേറ്റ്. ദീപക് നൈട്രേറ്റ് ഇന്ന് 0.47% ഇടിഞ്ഞ് 2,427-നടുത്ത് ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 9% റിട്ടേൺ നൽകിയ ദീപക് നൈട്രേറ്റിൻ്റെ 52 വീക്ക് ഹൈ 2,520 ആണ്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 25% റിട്ടേൺ ആണ് നൽകിയത്. സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികളൊന്നും അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല. പല ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിന് ഇപ്രാവശ്യവും അല്ലെങ്കിൽ വരുന്ന ക്വാർട്ടറിലും ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും 2 സ്റ്റോക്കുകൾ, അതായത് ദീപക് നൈട്രേറ്റും SRFും വളരെ അഗ്രസീവായി ബിസിനസ് എക്സ്പാൻഷനും അക്വിസിഷനും നടത്തുന്നു.
കഴിഞ്ഞ ദിവസം SRFൻ്റെ ഒരു അക്വിസിഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ദീപക് നൈട്രേറ്റിൻ്റെ ഒരു അക്വിസിഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദീപക് നൈട്രേറ്റിൻ്റെ ROE 22.7 ROCE 29.7 സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 2521. സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും പ്രൈസ് കറക്റ്റായി 2430 ട്രേഡ് ചെയ്യുന്നു. 4315 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 67 കോടി രൂപയുടെ കടം മാത്രമാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 49.13% സ്റ്റേക്ക് ഹോൾഡിങ്ങും FISന് 6.47% സ്റ്റേക്ക് ഹോൾഡിങ്ങും DISന് 18%, പബ്ലിക്കിന് 26% സ്റ്റേക്ക് ഹോൾഡിങ്ങുമുണ്ട്. ദീപക് നൈട്രേറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ്, ദീപക് നൈട്രേറ്റിൻ്റെ സബ്സിഡറി കമ്പനിയായ ദീപക് ഒമാൻ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ദീപക് നൈട്രേറ്റ് 31.7% നിന്നും 51% ഉയർത്തി. $12,87,853 ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാണ് ദീപക് ഒമാൻ ഇൻഡസ്ട്രീസിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ദീപക് നൈട്രേറ്റ് ഉയർത്തിയത്. ഇതുവഴി ദീപക് ഒമാൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനി ദീപക് നൈട്രേറ്റിൻ്റെ ഓൺഡ് സബ്സിഡറി കമ്പനിയായി മാറിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓൺഡ് സബ്സിഡറി കമ്പനിയായി മാറിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. ദീപക് ഒമാൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 4,95,824 ഇക്വിറ്റി ഷെയറുകളാണ് കമ്പനി അക്വയർ ചെയ്തത്. ദീപക് ഒമാൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനി സോഡിയം നൈട്രേറ്റ് തുടങ്ങിയ കെമിക്കലുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഇവിടെ ഈ രീതിയിലുള്ള ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അക്വിസിഷനുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസാണ് ദീപക് നൈട്രേറ്റിൽ വന്നത്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 2500 എന്ന ലെവലിൽ നിന്നും സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞു. സ്റ്റോക്ക് 2427 ട്രേഡ് ചെയ്യുന്നു. ദീപക് നൈട്രേറ്റ് എന്ന സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് 2000 മുതൽ 2050 വരെയുള്ള സോണാണ്. മുമ്പ് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയ 2250 മറികടന്ന് സ്റ്റോക്ക് 2500 എത്തിയതുകൊണ്ട് ഇനി ചിലപ്പോൾ 2250 2500 ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 2250 അതിനുശേഷം സ്റ്റോക്ക് കറക്റ്റ് ആവുകയാണെങ്കിൽ 2050 ഇടയിൽ ആവറേജ് ചെയ്യാവുന്നതാണ്. പൊസിഷണൽ ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് 2500 എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താവുന്നതുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്